ഹലോ ഗായ്സ്, വെൽക്കം ടു റിയാറ. നമ്മളിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് കുരുകുരുവെന്ന് അറിഞ്ഞു വെച്ചാൽ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം നമ്മൾ കുരുകുരുന്ന് അരിഞ്ഞ് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ലെങ്കിൽ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പല്ലി കുടുങ്ങി നമുക്കൊരു കഴിക്കാൻ രസം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബീഫ് കുരുമുളക് പൊടി ഇട്ട് പുഴുങ്ങി വെച്ച ബീഫുണ്ട്. അത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി ചമ്മന്തി പോലെ നമ്മളിങ്ങനെ ഇടിച്ചിടിച്ച് ചമ്മന്തി ആക്കിയിട്ടുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടിയും പിന്നെ സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് മീൻ വെച്ചേക്കുന്നത്. സിമ്പിളാണ്. പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ പാനിലേക്ക് ഇടുക. പാനിലേക്കിട്ട് നമ്മളതൊന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൈയൊന്നും പൊള്ളാതെ നമ്മൾ നോക്കണം. കാരണം നമ്മുടെയാണ് ശരീരം, നമ്മുടെ കൈ പോലെ നമുക്ക് തന്നെ നഷ്ടം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് വഴട്ടുമ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ മേലെ തന്നെ പൊള്ള, വേറെ ആദ്യം മേലല്ല പൊള്ള. അപ്പോൾ അത് സൂക്ഷിക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഞാൻ ഉപ്പിട്ടതിന് ശേഷം നല്ല വൃത്തിക്ക് മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പറ്റാമെന്ന് വെച്ചാൽ ഒരിടത്ത് മാത്രം ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ മറ്റിടത്ത് ഉപ്പുണ്ടാവില്ല. നമ്മളിതിലേക്ക് സവാള ഇട്ടു. സവാള നമ്മളിനി മിക്സ് ചെയ്യാൻ പോവാണ്. സൂക്ഷിച്ച് മിക്സ് ചെയ്യണം. ധൃതി പിടിച്ച് മിക്സ് ചെയ്ത എല്ലാം സവാളയും സാധനങ്ങളൊക്കെ പുറത്തു, അപ്പോൾ രസം ഉണ്ടാവില്ല കഴിക്കാൻ. ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ഇടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പതിയെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്യാണ്. ബീഫ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊരു നല്ല രസത്തിലും ബീഫ് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിനായിട്ട് കുരുമുളക് പൊടി ഇട്ട സ്ഥിതിക്ക് എന്തായാലും എരിവുണ്ടാകും. ആ എരിവ് മാറാനായിട്ട് സോസ് ഇടാണ്. നമ്മൾ സോസ് ഒഴിച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഓഫ് ചെയ്യാണ്. അത് ഏകദേശം നല്ല ഭംഗിയിൽ വന്നതിന് ശേഷം നമ്മളത് ഉരുളക്കിഴങ്ങായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഉരുളക്കിഴങ്ങായിട്ട് നമ്മൾ ആദ്യം ഒരു സ്പൂണിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കൈ പൊള്ളും. ഉരുളക്കിഴങ്ങായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുളകുത്തി ചപ്പാത്തി പരുവത്തിലാക്കി അത് മാറ്റി വയ്ക്കുന്നു. പിന്നെ വറുത്ത ബ്രെഡ് പൊടിച്ച പൊടിയുണ്ട്. പിന്നെ 2 മുട്ടയിട്ട് നമ്മൾ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളകുത്തി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഈ മുട്ടയെ മുക്കിയിട്ട് വേണം ബ്രെഡ് പൊടിച്ച പൊടിയിലേക്ക് ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ആ പൊടി കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. നമ്മളതങ്ങനെ മാറ്റി വെക്കുകയാണ്. ഓരോന്നും എടുത്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ കട്ട്ലേറ്റ് എടുത്ത് നമ്മൾ ഫ്രൈങ് പാനിൽ നമ്മൾ ചൂടാക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈങ് പാനിൽ എണ്ണ ഒഴിച്ച് നമ്മൾ വേപ്പിലിടാണ്. കാരണം എണ്ണ ഒന്ന് ചൂടായെന്ന് അറിയാനായിട്ട്. എണ്ണ ചൂടായി. നമ്മളിതിലേക്ക് ഓരോ കട്ട്ലേറ്റ് സൂക്ഷിച്ച് വെക്കണം. നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ വെക്കുമ്പോൾ നമ്മൾ കൈ ശ്രദ്ധിക്കണം. നമ്മൾ ഇടരുത്. ഇട്ടാൽ എണ്ണ തിറക്കി നമ്മുടെ കൈ പോലും. നമ്മൾ വെച്ച് കട്ട്ലേറ്റ് ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമ്മൾ മറിച്ചിടാണ്. ഒരു സൈഡ് വെന്തും മറ്റേ സൈഡ് മറിച്ചിട്ടു. 2 സൈഡും വെന്തും നമുക്ക് ഉറപ്പായി. ഇനി നമ്മളതൊരു ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ കട്ട്ലേറ്റ് എണ്ണ വലിക്കുന്നൊരു സാധനം ആയതുകൊണ്ട് നമ്മൾ അതൊരു ടിഷ്യൂവിൻ്റെ മേളിലാണ് ഇപ്പോൾ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ എണ്ണ കളയാനായിട്ടൊരു വിദ്യ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എയർ ഫ്രയറിലിട്ട് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ഇതെടുത്ത് എയർ ഫ്രയറിലിട്ട് വെച്ച് ഒരു 10 മിനിറ്റോളം ചൂടാക്കും. അപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണ താഴേക്ക് വീഴും. 10 to 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് എയർ ഫ്രയറിൽ നിന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മളിത് ചൂടായതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. മാറ്റി വെച്ച് നമ്മൾ സോസും കൂടി കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. ബീഫ് കട്ട്ലേറ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബായ്.